അതുകൊണ്ട് ക്ലിയർ ആണ് എന്നാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വിശ്വനാഥാഷ്ടകം ഇട്ടു, അത് ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് അത് പഠിക്കണം എന്ന് പറഞ്ഞത് സന്തോഷം. നിങ്ങളിത് പഠിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇടുന്നത്. പിന്നെ അതിനെ പറ്റിയ പാട്ട് ഞാൻ താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അത് വെച്ച് പ്രാക്ടീസ് ചെയ്യുക. നല്ല സൂതിങ് ആണ് സോങ്, ഭയങ്കര ഡിവൈൻ ഫീലിംഗ് തരുന്ന ഒരു സോങ് ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. എല്ലാം പ്രാക്ടീസ് ചെയ്യണം, അല്ലാതെ വെറുതെ ഇങ്ങനെ കണ്ടാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ആൻഡ് കീപ് സപ്പോർട്ടിങ്. നിങ്ങൾ എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി തരിക അല്ലേ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ രക്ഷപ്പെടട്ടെ, കടമൊക്കെ ഒന്ന് വീട്ടിൽ പോട്ടെ, യുമയൊന്നും ഇവരൊന്നും പഠിപ്പിച്ചിട്ട് യാതൊരു കാര്യമില്ല, ഇവർക്കൊന്നും വലിയ സ്നേഹമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നല്ല യൂട്യൂബിൽ എനിക്ക് കുറച്ച് വരുമാനം ഉണ്ടാക്കി തരട്ടെ. വെറുതെ പറഞ്ഞാണ്. നമ്മള് ഇത് ഇടുന്നതിന്റെ ഒരു ഉദ്ദേശം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. പണ്ട് നാള് തൊട്ട് എന്റെ ഒരു ചിന്തയാണത്. കാരണം ഒരാൾ ഡാൻസ് പഠിക്കുമ്പോൾ അറിഞ്ഞു പഠിക്കണം. ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ തിരുത്തും. കാരണം നമ്മള് എല്ലാ ടീച്ചർമാരും പഠിപ്പിച്ചിട്ടല്ല, നമ്മൾ കുറെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കും, വായിച്ചു മനസ്സിലാക്കും, മറ്റുള്ളവർ ചെയ്യുന്നത് ഒബ്സർവ് ചെയ്യും. ഇതൊക്കെ നമുക്ക് വേണം, അതെല്ലാം നമ്മുടെ ക്വാളിറ്റിയാണ്. ചിലപ്പോൾ നമ്മുടെ മനസ്സിലാക്കാൻ തെറ്റിപ്പോവാം, അങ്ങനെയൊക്കെ വരാം. അവരോടൊക്കെ ഞാനത് എപ്പോഴും പറയാറുണ്ടാക്കും. അത് നമ്മൾ കറക്റ്റ് ചെയ്യണം. അത് ആര് പറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല. പിന്നെ ചില കൗണ്ടർ മെസ്സേജുകൾ വരുന്നുണ്ട്, അതിനുള്ള റിപ്ലൈ ഇടാൻ എനിക്ക് സമയമില്ലാഞ്ഞിട്ടാണ് ഇടാത്തത്. നമുക്ക് ആവശ്യമില്ലാന്ന് തോന്നുന്നു, അത് കാരണം തട്ടിക്കളയും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആംഗീയ രാഗത്തിലുള്ള സ്വാതി തിരുനാൾ കൃതിയാണ്, പനിമതി മുഖി ബാലെ. അത് വളരെ സിമ്പിളാണ്. സത്യത്തിൽ അത് ആരും ഭരതനാട്യം ചെയ്യാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ചക്ര മ്യൂസിക് 123 എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങളത് കേൾക്കണം. അവർ കുറേ മ്യൂസിക്സ് നന്നായിട്ട് പുതിയ ഒരു ജോണറിലേക്ക് മാറ്റി നമ്മുടെ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഒന്ന് ഓർക്കസ്ട്രേഷൻ ഒക്കെ ഒന്ന് മോഡേൺ ആക്കി ചെയ്ത് പറ്റുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ പാട്ടുകൾ. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, അതനുസരിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഭരതനാട്യത്തിലും ചെയ്യാം, ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. ഒരു പദമായിട്ട് എടുത്ത് നമുക്ക് ചെയ്യാം. അപ്പൊ മോഹിനിയാട്ടം സ്റ്റെപ്സ് ഒന്നും ഇടണമെന്നില്ല. അപ്പം പിന്നെ ഇത് മോഹിനിയാട്ടം ചെയ്താലും ഭരതനാട്യമായിട്ടാണ് തോന്നുന്നതെങ്കിൽ പിന്നെ ചെയ്യാതിരിക്കാനല്ലോ അല്ലെ. ഇപ്പൊ ഞാൻ 2 ദിവസം മോഹിനിയാട്ടത്തിന്റെ സ്റ്റെപ്സ് ഇട്ടിട്ട് ഞാനത് എടുത്തു പറഞ്ഞു, ഇത് എനിക്ക് അറിഞ്ഞൂടാ മോഹിനിയാട്ടം എന്ന്. അതിനെ അവരെ കളിയാക്കി ഒരു മെസ്സേജ് ഇട്ടായിരുന്നു. മോഹിനിയാട്ടം എന്ന് പറഞ്ഞിട്ട് ചിരിച്ച് എന്തോ എന്നെ കളിയാക്കണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എനിക്കറിയില്ല മോഹിനിയാട്ടം, അത് യാതൊരു തർക്കവും. പിന്നെ അപ്പൊ നമ്മൾ കണ്ടതാണ്, എന്നെ ഞാൻ പഠിപ്പിച്ചത്. അപ്പൊ കണ്ട സ്റ്റെപ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അവരുടെ ആ ഒരു ഒലച്ചിലും കാര്യങ്ങളും ഒന്നും ഒരു ടീച്ചർ പഠിപ്പിച്ചാലാണ് അത് അത്രയും കറക്റ്റ് ആയിട്ട് വരിക. രണ്ടാമത്തെ കാര്യം, ആരോ ഒരാൾ കമന്റ് ഇട്ടു ഇതെല്ലാം മിക്സ് ആണെന്ന്. ഞാൻ പറഞ്ഞില്ല അത് ഭരതനാട്യമാണെന്ന്. ഇന്നെനിക്ക് പൊട്ടുകുത്താനൊക്കെ ഭരതനാട്യമായിട്ട് മാത്രമൊന്നും ചെയ്യാൻ പറ്റില്ല. സിനിമാറ്റിക് സെമി ക്ലാസിക്കൽ സോങ് ആണ്. അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് പനിമതി മുഖി ബാലെ മാക്സിമം നമ്മളത് ഭരതനാട്യത്തിന്റെ ഒരു സെറ്റപ്പിൽ തന്നെ ചെയ്യാം. ഓക്കെ. പണ്ട് കാലത്ത് നായികമാരെല്ലാം പ്രണയിച്ചിരുന്നത് ആരെയാണ്? രാജാക്കന്മാരെയാണ്, അല്ലെങ്കിൽ ദൈവങ്ങളെയാണ്. അപ്പൊ ഇവിടെ രാജാവായിട്ട് വരുന്നത് അല്ലെങ്കിൽ നായകനായിട്ട് വരുന്നത്, കാലുവേദന എടുക്കണമെന്നാണ് ഇരിക്കുന്നത്, ക്ഷമിക്കുക. കാരണം നായകനായിട്ട് വരുന്നത് പത്മനാഭസ്വാമി തന്നെയാണ്. അപ്പൊ നായിക പ്രണയിക്കുന്നത് പത്മനാഭനെയാണ്. അപ്പൊ എല്ലാ ഗാനങ്ങളിലും എല്ലാ ഇത്തരം കൃതികളിലും ഒരു തോഴി ഉണ്ടാവും. ഞാനത് പണ്ട് ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ട്, തോഴി ഇല്ലാതെ ഇവർക്ക് മെസ്സേജ് കൈമാറാൻ സാധ്യമല്ല. തോഴിയാണ് ഇവരുടെ ഇടയിൽ നിൽക്കുന്ന ഹംസം. അവസാനം നായകൻ തോഴിയെ കൊണ്ട് പോകും. ഇതൊക്കെയായിട്ട് സംഭവിക്കുന്നത്. തോഴിക്ക് കഴിവുണ്ടെങ്കിൽ കൂടെ പോകും. ഇത്ര തന്റെയില്ലാത്ത നായികമാര് പ്രേമിക്കരുത് അല്ലേ. പക്ഷെ ഇവിടെ മൊത്തം അപ്പൊ ഈ തോഴിയെ പുകഴ്ത്തി പറഞ്ഞാലാണ് അവള് ഇങ്ങോട്ട് പോളൂ, നായകന്റെ അടുത്ത് പോളൂ. ഒന്നുകിൽ അവരുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുക, അല്ലെങ്കിൽ നല്ല നല്ല ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുക, വള കൊടുക്കുക, ഓരോ തവണ പോകുമ്പോഴും വള കൊടുക്കുക. തോഴി എന്ത് പണക്കാരി ആയിരിക്കുന്നതാണ് അറിയിക്കുന്നത്, വജ്രം ഊരി കൊടുക്കുക. ഇന്നത്തെ കാലത്ത് അങ്ങനെ ആരുടെ തോഴിയായിട്ട് നിൽക്കാം, ജീവിതം രക്ഷപ്പെട്ടു പോയത് അല്ലേ. ഉമ്മയ്ക്ക് താല്പര്യം ഉണ്ടാകുന്നില്ല. പനിമതി മുഖി ബാലെ, ചന്ദ്രനെ പോലെ പനിമതിയെ പോലെ സുന്ദരിയായ മുഖത്തോടു കൂടി എന്റെ തോഴി. തോഴിയെ കാണിക്കാൻ കുനുത്തു പതാക, നമുക്ക് കുനുത്തു പതാക കൊണ്ട് നെഞ്ചിന്റെ ഇവിടെ നിന്ന് ഷോൾഡറിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചാൽ തോഴിയാണ്. അതിന് ഹംസപക്ഷം പിടിക്കണം എന്നില്ല. പക്ഷെ അങ്ങനെ പിടിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, ശരിയാണെന്ന് എനിക്ക് സാധ്യത. നമ്മളിതിങ്ങനെ പിടിക്കുക. ഓക്കെ. അപ്പൊ പനിമതി മുഖി ബാലെ പത്മനാഭ
ചെയ്തത് എന്താണ് എന്നാ ചോദിക്കണത്. പരിമതി മുഖി ബാലേ പത്മനാഭനിന്നിൽ കനിവില്ലായി കയാൻ കാമൻ പാലം എയ്യുന്നു. അതായത് ഇനി അതിന്റെ വിശദീകരണം നമുക്ക് എത്ര രീതിയിൽ വേണം ചെയ്യാം കേട്ടോ. തോഴിയെ കുലുക്കി വിളിക്കാം, നീ എന്താ ഞാൻ പറഞ്ഞ കേൾക്കാത്ത, അത് വേണം ചോദിക്കാം. ഇതിൽ എത്ര റെപ്പറ്റീഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം പണ്ടത്തെ സൗന്ദര്യത്തിന്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ചന്ദ്രനെ പോലെയുള്ള മുഖം എന്നാണ്. അപ്പൊ പിന്നീട് ആരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ചന്ദ്രൻ മുഴുവൻ കുണ്ടുമൊഴിയ, അപ്പൊ അതുപോലത്തെ മുഖമാണ് എന്ത് പോരായിരുന്നു. ഇവിടെ തിളങ്ങുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്, നല്ല പ്രകാശമുള്ള മുഖം. അങ്ങനെ ഒരാൾ നടന്നു ഒരു രംഗം എന്ന് ആലോചിച്ച് നോക്കി. സത്യം നല്ല ടോർച്ചൊക്കെ പിടിപ്പിച്ച പോലെ ചന്ദ്രനെ പോലെ തിളങ്ങിയ മുഖമായിട്ട് വൈറ്റ് കളറിലുള്ള ഒരാൾ, എന്ത് പോരായിരുന്നു. പക്ഷെ നമ്മുടെ സങ്കല്പം അന്ന് അത്രയൊക്കെ ഉള്ളു. അപ്പൊ എന്നാണ് നമുക്ക് വേണമെങ്കിൽ വല്ല കരിനക്കപ്പുറം മറ്റേ ആരുടെയൊക്കെ പേരൊക്കെ പറയാം, സണ്ണി ലിയോണിനെ പോലെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇഷ്ടം. അപ്പൊ പത്മനാഭൻ ഇന്ന് എന്നിൽ ചെയ്തത്, ആരാണ് പത്മനാഭനാൽ ചെയ്യിക്കപ്പെട്ടതെന്ന് വെച്ചാൽ ചെയ്യിച്ചതെന്ന് വെച്ചാൽ കാമദേവൻ. എന്താണ് കാമദേവൻ? എന്നോട് ആരോ പറഞ്ഞു മുദ്രകൾ, ശിഖരം, കടകാമുഖം. കാമദേവൻ ചതുരം പിടിച്ചിട്ട് കേട്ടോ, നീ വേണേ സൂം ചെയ്തോ, ചതുരം പിടിച്ച് കനിവ് യാതൊരു കരുണയുമില്ലാതെ എന്നിൽ പുഷ്പബാണം, ഈ ബാണം എയ്യുന്നത് നമ്മള് സുഖതുണ്ടം പിടിച്ചിട്ട് നമുക്ക് എയ്യാം. ഇവിടുന്ന് ഇങ്ങനെ എയ്യാം. ഈ കടകാമുഖം പിടിച്ചിട്ട് ഇവിടുന്ന് നമുക്ക് റിലീസ് ചെയ്യാം, ഇങ്ങനെ റിലീസ് ചെയ്ത് കൊടുക്കാം. ഈ കടകാമുഖം പിടിച്ചിട്ട് അതിനെ അലപത്മമാക്കാം. അപ്പൊ പുഷ്പബാണമാണ് ചെയ്യുന്നത്. അദ്ദേഹം എയ്ത ആ പാലം എന്റെ നെഞ്ചത്ത് വന്ന് തറച്ചിട്ട് പത്മനാഭനോടുള്ള പ്രണയം കൊണ്ട് എനിക്ക് ഒരു സ്വസ്ഥതയുമില്ല. ഇതാണ് ചെയ്തത്. ഒരു വിരഹോത്കണ്ഠിതയായിട്ടുള്ള നായിക ആയിരിക്കണം. അത് കുറച്ചും കൂടെ നമ്മൾ അതിനെ കുറിച്ച് പഠിക്കണം. അതായത് പത്മനാഭൻ വരാത്തത് കൊണ്ട് വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ വിരഹോത്കണ്ഠിതയാണ്. കലഹാന്താരിക, അതല്ല, വഴക്കല്ല, സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോ അതൊന്നാമത്തെ. രണ്ടാമത് പനിമതി, നമ്മള് പനിമതി അത് പറയുമ്പോൾ നമുക്ക് സന്തോഷത്തോടു കൂടിയാ പറയണം. നമ്മൾ ആരെങ്കിലും എന്ത് ഭംഗിയാ നിന്നെ പോകണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഭംഗിയാന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്ത് സന്തോഷം വരണല്ലേ, അങ്ങനെയല്ലേ വേണ്ടത്. ഉമ്മ ഇതെല്ലാം ചെയ്യണുണ്ടോ? അപ്പൊ പരിമതി ഹംസാസ്യം പിടിച്ചിട്ട് മൂഖി ഒന്ന് വിറപ്പിച്ച് മൂഖി, ഇടത്തെ കൈ വേണമെങ്കിൽ ചെയ്യാം. ബാലേ പത്മനാഭൻ, അനന്ത ശയനം കാണിക്കാം. പത്മനാഭനിന്നിൽ നമ്മൾ കുറച്ചും കൂടെ ഒരല്പം ഇതിന് ഒരു പ്രണയം, ഒരല്പ സംഭോഗ ശൃംഗാരത്തിന്റെ ഒരു ചായ കൂടി ഉണ്ട്. കുറച്ചും കൂടെ ആദ്യം നമ്മൾ കാമനെ കാണിക്കുമ്പം കാമൻ, അവിടെ നമുക്ക് ശൃംഗാരം തീവ്രമായി കാണിക്കാം. മറ്റത് കാമൻ പാലം, പൂ പറിച്ചു, പാലം എയ്യുന്നു. ഓക്കെ, ഇതാണ് അതിന്റെ ആദ്യത്തെ ഭാഗം. രണ്ടാം ഞാൻ ലിറിക്കാണ് ഇപ്പൊ പറഞ്ഞോ. മനസ്സീദുസഹം അയ്യോ, എന്റെ മനസ്സ് അതുകൊണ്ട് വളരെ ദുസ്സഹമാണ്. അയാളോട് ഇങ്ങോട്ട് വരണമില്ല. കാമദേവനാണെങ്കിൽ അമ്പ് ഇങ്ങനെ എഴുതോണ്ടിരിക്കണു, കൊതുക് കടിക്കണു എന്ന് പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും എഴുതോണ്ടിരിക്കണു. അപ്പൊ നമ്മള് എന്താ പറയുക, മനസ്സ് എനിക്ക് എപ്പോഴും ഇത് വരും. മനസ്സ് ഇത് പിടിച്ചാൽ, ഹംസാസ്യം പിടിച്ചാൽ, അപ്പൊ നമ്മൾ ഇങ്ങനെ കാണിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാം. അപ്പൊ മനസ്സീദുസഹം അയ്യോ മദന, വീണ്ടും അത് തന്നെയാണ് മദന. അപ്പൊ വേണം ഇങ്ങനെ എടുക്കാട്ടോ. കഥനമിന്നു മദിരാക്ഷി ഞാൻ, ഭംഗിയുള്ള നയനങ്ങളോട് കൂടിയവളെ. ഇത് കർത്തരിമുഖം പിടിച്ചിട്ട് കാണിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഹംസ മൃഗശീർഷം പിടിച്ചിട്ട്
നമുക്ക് ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ ഇങ്ങനെ മാനിന്റെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് വലിയ കണ്ണാണ്. അപ്പൊ പണ്ടത്തെ ഈ ഭംഗിയുള്ള കണ്ണെന്ന് ഉദ്ദേശിക്കുന്നത് മാൻ കണ്ണുകളാണ്. അപ്പൊ മദിരാക്ഷി ഞാൻ ചെയ്യാവൂ, എന്ത് ഞാൻ ചെയ്യുന്ന, എന്ത് ചെയ്യും, ഇങ്ങനെ കാണിച്ചാൽ എനിക്ക് എന്റെ കയ്യിലാക്കാൻ പറ്റുന്നത് എന്താണുള്ളത് അദ്ദേഹത്തെ കൊണ്ടുവരിക എന്നുള്ള അർത്ഥം കാണിക്കാം. അദ്ദേഹത്തെ കൊണ്ടുവരാൻ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കാം. ഓക്കെ, ഇത്രയാണ് അതിന്റെ അർത്ഥം. മനസ്സേതു സഹം അയ്യോ മദന കഥനമിന്നു മദിരാക്ഷി ഞാൻ. അപ്പൊ കണ്ണുകൊണ്ട് കാണിക്കാം അദ്ദേഹത്തെ എന്താ ചെയ്യാവൂ. കാണാം, ഇത് അനുപല്ലവി, രണ്ടാം അനുപല്ലവി ഭാഗം വരുന്നത്. പിന്നെ ഇതിനൊക്കെ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഓർക്കസ്ട്ര വച്ചിയാണെങ്കിൽ ഒരുപാട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതൊരു നാട്യപ്രധാനമായ ഇനമാണ്. അടവൊന്നും വേണ്ട, പക്ഷെ ആ മ്യൂസിക്കിൽ അടവുണ്ട്, അതുകൊണ്ട് നമുക്ക് അടവ് ചെയ്യാൻ മാത്രം. ലോകവാസികൾക്കെല്ലാം, ഈ ലോകത്തുള്ള എല്ലാവർക്കും ലോഭനീയനാം ഇന്ദു എന്ന് വെച്ചാൽ അർത്ഥം ഈ ലോകവാസികൾക്കെല്ലാം രണ്ട് രീതിയിൽ കാണിക്കാം. ഇങ്ങനെ പതാക പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഹംസപക്ഷം കൊണ്ട് ഇവിടെയുള്ള ഓരോരുത്തർക്കും സന്തോഷം കൊടുക്കുന്ന ലോഭനീയൻ, ആ ലോഭനീയനായിട്ടുള്ള ഇന്ദു. ഇവിടെ ഇന്ദു എന്ന് പറയുന്നത് ചന്ദ്രനെയാണ്. എല്ലാവർക്കും സുഖാണ്. നമുക്ക് നല്ല നിലാവ് കാണുന്ന സമയത്ത് രോമാഞ്ചം ഉണ്ടാവും, നമുക്ക് കുളിഞ്ഞു പോരും. നല്ല സുഖകരമായ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങി രാത്രി നമ്മൾ ഇരിക്കും നിലാവൊക്കെ ഉള്ള സമയത്ത്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും സുഖകരമായിട്ടുള്ള അനുഭവം നൽകുന്ന ഇന്ദു എനിക്ക് മാത്രം, മനസ്സിലായോ? ശോകം, ശോകം കരഞ്ഞു കാണിക്കുക. ശോകം എനിക്കു മാത്രം സുമുഖീ തരുന്നതെന്തു എന്നാണ് ചോദിക്കുന്നത്. അതായത് എല്ലാവർക്കും സുഖം. ഇതൊക്കെ നമ്മുടെ ഈ രോമാഞ്ചം എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ മുഖത്താണ് രോമാഞ്ചം. അതൊരു വേദനയായിട്ടാണ് കാണിക്കണമെങ്കിൽ മുഖത്താണ് വ്യത്യാസം. അങ്ങനെയൊക്കെ ചെയ്യാം. ഇതിന് ഇന്നതായിരുന്നു മാത്രമൊന്നും കേട്ടോ. അപ്പൊ ലോഭനീയനാം ഇന്ദു എന്ന് കാണിക്കാം. ഓക്കെ, ശോകം ശോകം എനിക്കു മാത്രം സുമുഖീ തരുന്നതെന്തു. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം തരുന്നത്? നീ പറ, ഒറ്റ അടി വെച്ച് കൊടുക്കുക, വളരെ കൂലി കൊടുക്കാണെന്നല്ലേ നീ വാ. ഈ തോഴിയുടെ ഒരു പ്രത്യേകത, തോഴി റെസ്പോണ്ട് ചെയ്യൂല. എല്ലാത്തിനും തോഴി ഇങ്ങനെ കേൾക്കുന്നത് റെസ്പോണ്ട് ചെയ്യില്ല. അവർക്ക് വേറെ വല്ല പണിയും കാണും. ഇത് രണ്ടുപേരുമായിട്ടൊക്കെ എന്താണ് ഉണ്ടെങ്കിൽ ചെയ്യാൻ രസമാണ്. ഈ തോഴിക്ക് എന്തായാലും ശമ്പളമൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് പണിയെടുക്കാത്ത ശമ്പളം കിട്ടില്ല. അവർ അതിന്റെ തിരക്കിലിരിക്കുവാണെങ്കിൽ അവർക്ക് പ്രേമം കൂടി വെച്ച് പ്രശ്നം കാണിക്കണം. അപ്പൊ എന്തു ഉമ്മയെല്ലാം ചെയ്യണുണ്ടോ? ഞാനിത് അവർക്ക് വേണ്ടി മാത്രമല്ല, ഉമ്മയ്ക്കും കൂടെ ഇതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. ഈ അടുത്തത് ഞാൻ ഇപ്പോഴും പറയണോ, ഇത് നാട്യപ്രധാനമാണ്. നല്ല അഭിനയിച്ച് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് അവിടെ ആ മുദ്ര എടുക്കും, ഇവിടെ ഈ മുദ്ര എടുക്കുന്നൊന്നും പറഞ്ഞാൽ ചെയ്യാൻ പറ്റൂല കേട്ടോ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസം ചെയ്യിച്ചിട്ട് ഇത് പൊട്ടത്തെ ചെയ്യുന്നതുകൊണ്ടാണ് ഇന്നത് തന്നെ ഞാൻ പറയാൻ കാരണം. ഏകാന്തത്തിൽ എന്നോടു സാഗം ചെയ്ത ലീലകൾ, ഇത്രയൊക്കെ കാണിക്കണം. മനസ്സിലായി? അതായത് ഏകാന്തത്തിൽ, ഏകാന്തത്തിൽ വെച്ചാൽ ഞങ്ങൾ മാത്രം, ഞങ്ങൾ രണ്ടുപേരും ഏകാന്തത്തിൽ എന്നോടു സാഗം ചെയ്ത ലീലകൾ. ഞാൻ ഒറ്റയ്ക്കായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള സമയത്ത് എന്നെ പിന്നിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചെയ്ത ലീലകൾ, ആ വിളയാട്ടൊക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. വീണ്ടും നമ്മൾ പറയും ഇവിടെ ഏകാന്തത്തിൽ എന്നോടു മുഖം സാഗം ചെയ്ത ലീലകൾ, അതായത് മുഖം എടുത്തിട്ട് എന്നെ ചുംബിച്ചത്. അപ്പൊ എന്റെ
കവിളത്തെ ചുംബനം കിട്ടിയത്. വീണ്ടും പറയാൻ കൂടുതൽ ചുമലെടുത്തു, എന്നാലും പറയാതെ നിർത്തിയില്ലാത്തതുകൊണ്ടാണ് ഏകാന്തത്തിൽ എന്നോടു സാഗം ചെയ്ത് എന്റെ മാറിടങ്ങളെ അവൻ ആശ്ലേഷിച്ചപ്പോൾ, അല്ലെങ്കിൽ അതില് എന്താണ് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓരോ വിക്രിയകൾ ചെയ്യിച്ചപ്പോൾ ഇതൊക്കെയുണ്ട്. അപ്പം അരയിലൂടെ വന്ന് കെട്ടിപ്പിടിക്കുക, മുഖത്ത് ഉമ്മ വയ്ക്കുക, മാറിടങ്ങളിൽ തലോടുക, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുക, അതൊക്കെ ചെയ്യാം. ഏകാന്തത്തിൽ എന്നോടു സാഗം ചെയ്ത ലീലകൾ, അതായത് അവൻ ഒറ്റയ്ക്ക് എന്റെ മുടികളിൽ കോതിക്കൊണ്ട് അതിനെ പിടിച്ചു വലിച്ചപ്പോ ഞാൻ തിരിച്ചിങ്ങ് പിടിച്ച് മേടിച്ചു. ഇതൊക്കെ ചെയ്തു. ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. പക്ഷേ ഇവരുടെ തല്ലിപ്പൊളിയാകുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു. ഇന്നത്തെ കാലത്തെ പിള്ളേരെ പോലെയാണ്. കാരണം 1-2 ദിവസം വന്ന് പരിപാടി കഴിഞ്ഞ ആൾ വിട്ടുപോയി. അതാണ് അടുത്ത പ്രശ്നം. ആകവേ ആകവേ അതെല്ലാം മാമകാന്തൻ ആശുഭദമറന്നു. എല്ലാം ആള് മോഹം കാണിക്കരുത് കേട്ടോ. അവിടെ നിന്ന് ഒരു ഇത് വെച്ചിട്ട്, ഹൃദയം വെച്ചിട്ട്, അല്ലെങ്കിൽ ഇവിടെ അളവ് വെച്ചിട്ട് മറന്നുപോയെന്ന് വിട്ടുപോയി, മറന്നു. തോഴിയോടാണ് ചോദിക്കണത്. അവനതെല്ലാം ഓർമ്മയുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് വന്നേനെ. പക്ഷെ അതെല്ലാം വിട്ടുപോയി. ഇങ്ങനെ കാണിച്ചാൽ നമുക്ക് നമ്മുടെ ചിന്തയിൽ നിന്ന് വിട്ടുപോയി എന്ന് വേണേൽ കാണിക്കാം. മനസ്സിലും തലയിലും രണ്ടാണല്ലോ, ബുദ്ധി ഹൃദയവും. മറന്നു മനസ്സിതു സഹം അയ്യോ മദന കഥനമിന്നു മദിര. അവിടെ ഈ എപ്പോഴും ഓർത്തൊന്നും വേണ്ട, വിളിച്ചാൽ മതി. മദിരാക്ഷി ഞാൻ ചെയ്യാവൂ. നീല്ലല്ലോ, ഇത്രയേ ഉള്ളൂ. അത്രേ ഉള്ളൂ, നമ്മൾ കേൾക്കുന്ന അത്രേ ഉള്ളൂ. അപ്പോ ഇതാണ് അതിന്റെ ഒരു അപ്പൊ ചക്ര സോങ്, ചക്ര മ്യൂസിക് 1, 2, 3 അതിനകത്ത് അവർ കിടക്കുന്നതിൽ കുറച്ച് അളവുകളുടെ ഒരു ഇത് കിടക്കുന്നുണ്ട്. അതൊന്ന് പാട്ടൊന്നും എടുക്കുവായിരുന്നെങ്കിൽ ഇത് എനിക്കറിയാമല്ല, ഇവിടെ ഏത് പാട്ട് വെച്ചാലും കോപ്പി റൈറ്റ് തന്നെ. എനിക്ക് വേണ്ടതാവേ നിന്റെയൊക്കെ റൈറ്റ് നീ എടുത്തോ, ഞാൻ ഡാൻസ് കളിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവരൊക്കെ എന്തിനാ എനിക്ക് കോപ്പി റൈറ്റ് അടിക്കണേ? ഏതൊന്നും ആരും ഉപയോഗിക്കുകയും ഡാൻസ് കളിക്കുകയും ചെയ്തില്ലേ? അവരെയൊക്കെ വീട്ടിലിരിക്കുന്നതല്ലേ ഉള്ളൂ പാട്ട്. നാട്ടുകാരൊക്കെ ഉപയോഗിക്കുമ്പോഴല്ലേ നാലാൾ അറിയണത്. ഇപ്പൊ ഞാൻ ഇതൊക്കെ കളിക്കുമ്പോൾ എത്ര പേര് അറിയുന്നു? ഇതൊന്നും അവരൊന്നും മനസ്സിലാക്കാത്തതിനാണ് എനിക്ക് അറിയുള്ളൂ. ആ ഫോൺ എടുത്ത് അപ്പൊ ഒന്ന് നോക്കട്ടെ. അപ്പൊ പിന്നെ അവർ മാറുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് ആ മാറ്റം നമ്മൾ കാണിച്ചു കൊടുക്കണം. അവരുടെ പ്രതിഭ പോലെ നിൽക്കുമല്ലോ. അപ്പൊ കുറച്ചു നേരം അങ്ങോട്ട് നോക്കി സംസാരിക്കാം, പിന്നെ ഇങ്ങോട്ട് സംസാരിക്കാം. വീണ്ടും ഒന്നോടെ ഉണ്ട് കേട്ടോ. അപ്പം എന്ത് മണവിടെ പോവാതെ വീണ്ടും മദന കഥനമിന്നു മദിരാക്ഷി ഞാൻ ചെയ്യാവൂ. നീ ഒന്ന് പറ. ഓക്കെ, അപ്പൊ അതിന് അതിന് കുറച്ചുണ്ട് കേട്ടോ. ഒരു സ്വരമുണ്ട്, സ്വരം പിന്നെ കുറച്ച് മ്യൂസിക് ഒക്കെ ഉണ്ട്. അപ്പൊ നല്ലതാണ്, നല്ല സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് നമ്മൾ അടവ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഞങ്ങൾക്ക് തെയ്യും തത്ത് തെയ്യും താഹ തെയ്യും തത്ത് തെയ്യും താഹ ഇതൊക്കെ ചെയ്യാം. ഈ അടവുകൾ ചെയ്യാം, തത്തയും താഹം ഒക്കെ ചെയ്യാം നമുക്ക്. അതിനുള്ളതുണ്ട്. അത് ഞാൻ ഇവിടെ ചെയ്തിടുന്നില്ല ഇപ്പൊ തൽക്കാലം. അതല്ലെങ്കിൽ നമ്മളിതൊരു പദമായിട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഈ മറ്റേ തോഴി പോകുന്നു,
തോഴി ഇതൊന്നും കേൾക്കാത്ത പോലെ നിൽക്കുന്നു, അവള് മാല എടുക്കുന്നു, കെട്ടുന്നു. അല്ലെങ്കിൽ നായിക തന്നെ ആയാൽ താളം ഇങ്ങനെ ഇത്തിരി സ്പീഡിലാണ് ബീറ്റ്സ് പോണം. അപ്പൊ തോഴി ചെല്ലുന്നു, നോക്കുക, കമ്മലൂരി എറിഞ്ഞു കളയുന്നു, അടുത്തത് ഊരി എറിഞ്ഞു കളയുന്നു, വള 2 ഊരി എറിഞ്ഞ് നമ്മളിങ്ങനെ ഇടിച്ചിടിച്ച് പൊട്ടിച്ച് കളയുന്നു, മാല ഊരിക്കളയുന്നു, മുടി അത് അഴിച്ച് ഇട്ടിട്ട് എന്താണ് എല്ലാം വേണ്ടാന്ന് വെക്കുക. മനസ്സിലായില്ലേ? എല്ലാം ഒരുങ്ങി കെട്ടുന്ന ആള് വരുന്നില്ല. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഉപേക്ഷിക്കാം. അങ്ങനെയുള്ള ഒരു വിന്യാസം അത് അവിടെ ചെയ്താൽ ആ ഇതായി പൊക്കോളും കേട്ടോ. അപ്പൊ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് പോയി നോക്കുന്നു, കാണുന്നില്ല. അപ്പൊ വാതില് അടച്ച് ലോക്ക് ചെയ്യുന്നു, ഇതും വാതിലടച്ച് ലോക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് താഴെ ഒന്ന് വീണ് കിടക്കാം. അത്രയും വരെ ചെയ്യാം. മനസ്സേതു അതിന്റെ അവിടെ നിന്ന് വേണം ഇത് ചെയ്യാൻ. മനസ്സേതു സഹം മദന കഥനമിന്നു മദിരാക്ഷി ഞാൻ ചെയ്യാവൂ. അപ്പോഴാണ് അവിടെ പറഞ്ഞത് കേട്ടോ. പിന്നെയാണ് ലോകവാസികൾക്ക് ലോകവാസികൾക്കെല്ലാം ലോകനീയനാം ഇന്ദു ലോകവാസികൾക്കെല്ലാം ലോകനീയനാം ഇന്ദു ശോകം എനിക്കു മാത്രം സുമുഖി തരുന്നവൻ. സുമുഖി അല്ലാട്ടോ തരുന്നത് എന്തുമാണ് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഏകാന്തത്തിൽ ഞാൻ മാത്രമല്ല. ഏകാന്തത്തിൽ എന്നോടു ഇനി നമുക്ക് വേണമെങ്കിൽ അത് പത്മനാഭനായിട്ട് എടുക്കാം. സാഗം ചെയ്ത അപ്പൊ പത്മനാഭൻ വന്ന് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അത് ആരെയാണ് കെട്ടിപ്പിടിച്ചത്? നായികനെയാണ്. സാഗം ചെയ്ത ലീല. അപ്പൊ നമ്മൾ ഉടനെ കഥാപാത്രം മാറിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അത് നിങ്ങൾ അങ്ങനെ കേട്ടോ. ഏകാന്തത്തിൽ എന്നോടു നമ്മൾ കൈയറ്റി മാറ്റി. ഓക്കെ. സാഗം ചെയ്ത ലീലകൾ എടുത്ത് ഒക്കെ തിരുത്തി. ഓക്കെ. ഇപ്പുറത്തിരുത്താം. എന്റെ ഈ കാല് പാടില്ല, ഇവിടെ എന്റെ കാലത്തിന് ഇരുത്തിയേച്ച് ഇരുത്തിയേച്ച് ഏകാന്തത്തിൽ എന്നോടു നമ്മളിവിടെ വന്നു. സാഗം ചെയ്ത ലീലകൾ ഏകാന്തത്തിൽ എന്നോടു സാഗം ചെയ്ത ലീലകൾ ആകവേ മമ കാന്തൻ ആശു വദ മറന്നു മനസ്സേതു. വീണ്ടും അത് കണ്ടിന്യൂയാണ്. ഞാൻ ഇതിന്റെ എല്ലാം ഔട്ട്ലൈൻ ആണ് തരുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തുക. കാണുന്നവർക്ക് അത് അറിയുമെങ്കിൽ തിരുത്തുക, ഇല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു തരിക. അപ്പൊ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് നല്ല അഭിനയം എടുക്കേണ്ട ഒന്നാണ്. ഓക്കെ. ഞാൻ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇതിപ്പോ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ഭരതനാട്യം ഐറ്റമല്ല. ഇത്രയും പറഞ്ഞ ഉമ്മ ജീവനം കൊണ്ട് ഓടിപ്പോയി കഴിഞ്ഞു. മനസ്സിലായി? കളിക്കാൻ നിൽക്കുന്നത് നോക്കി. അതാണ് മനസ്സിലായി. എനിക്ക് തുടക്കത്തിൽ പറഞ്ഞ രീതിയിലൊന്നും പഠിപ്പിച്ചിട്ട് അത് കാര്യം സഹായത്തിന് പോലും നമ്മൾ എടുത്തില്ല കേട്ടോ. ഇതിന്റെ അർത്ഥമൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഉമ്മ പഴയ കാല ഐറ്റംസ് എല്ലാം തന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ്, കുറച്ച് ഓവറാണല്ല. അതിലൊരു റിഫൈൻ ചെയ്ത് വന്നതാണ് കലാക്ഷേത്ര പാണി. അപ്പൊ ആദ്യം നമ്മൾ അങ്ങനെ മനസ്സിലാക്കുക. ഇച്ചിരി സംഭോഗ ശൃംഗാരം അല്ലെങ്കിൽ ഇച്ചിരി ശൃംഗാരത്തിന്റെ അമിതമായ എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഭരതനാട്യത്തില്. ചരിത്രമൊക്കെ ഇച്ചിരി മോശമാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പറ്റതിന് നന്നായി ചെയ്യാം. എനിക്ക് ആരോ എന്നോട് ഈ വീഡിയോ ചെയ്തിടണം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ ചെയ്തിടും. ഇടാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ സമയക്കുറവുണ്ട്. പലരും വിചാരിക്കുന്നത് പോലെ ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്ന ഡാൻസ് മാസ്റ്റർ അല്ല. എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ഐ ഡോണ്ട് ടീച്ച് ഫോർ കോമ്പറ്റീഷൻസ്. ഞാൻ മത്സരിക്കാൻ പഠിപ്പിക്കാറില്ല. ലോകത്തെല്ലായിടത്തും ക്ലാസ് എടുക്കാൻ നടക്കുന്നില്ല. എനിക്കുള്ളത് തന്നെ മാനേജ് ചെയ്തുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല.
എനിക്കൊരു സ്കൂള്, ഞാനൊരു സ്കൂളിന്റെ പ്രിൻസിപ്പളാണ്, CBSE സ്കൂളിന്റെ. പിന്നെ എനിക്ക് ഒത്തിരി വേറെ ജോലികളുണ്ട്. അപ്പൊ അതുകൊണ്ട് ടൈം അത് നിങ്ങൾ മനസ്സിലാക്കുക. പലപ്പോഴും പലരും ക്ലാസ്സുകൾ എടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കത് സമ്മതിച്ചു കൊടുക്കാൻ എനിക്ക് യെസ് പറയാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. സോ എനിവേ, നിങ്ങളിത് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഞാൻ എന്റെ വീഡിയോ ചെയ്തിടുന്നുണ്ട്, അന്നേരം നിങ്ങൾക്ക് കൂടുതൽ കേൾക്കാം. പിന്നെ ഞാൻ ആ ലിങ്ക് താഴെ ഇട്ടേക്കാം, ചക്ര മ്യൂസിക്കിന്റെ. അവര് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പ്രൊമോഷൻ ചെയ്യാണ് കേട്ടോ. ചക്രക്കാർ മനസ്സിലാക്കുക, നിങ്ങളുടെ പാട്ടിന് ഞാൻ പ്രൊമോഷൻ ചെയ്യണം, വെറുതെ ഫ്രീ ആയിട്ട് അല്ലേ ഉമ്മ? വേണ്ട പോലെ എന്നെ ഇടയ്ക്കൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും. സോ താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ് ആൻഡ് ലേൺ ദിസ് ഐറ്റം. നല്ലൊരു ഐറ്റമാണ്. നിങ്ങൾ നന്നായി ചെയ്യുക, എന്നെക്കാളും നന്നായിട്ട് ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്.